ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LCM ആൻഡ് HCF എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് LCMഉം അതുപോലെ തന്നെ HCFഉം അതെന്താണെന്നും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ LCM എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അതായത് LCM എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ക്ലാസ് അല്ല, ഇത് കൂടാതെ തന്നെ ഒരു ക്ലാസ് കൂടി വരും. അതാണ് പാർട്ട് 1 ആണിത്. ഇതുപോലെ തന്നെ മറ്റൊരു പാർട്ടും കൂടിയും വരും. അപ്പം അങ്ങനെ 2 പാർട്ടിൽ നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള LCM എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമ്മളിനി അടുത്ത ടൈപ്പിലേക്ക് പോകാമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ which is the smallest number when doubled will be exactly divisible by 12, 18, 21 and 30. അതായത് നമുക്ക് ഏറ്റവും ചെറിയൊരു സംഖ്യനെ കണ്ടുപിടിക്കണം. ഈ കിട്ടുന്ന സംഖ്യ, അതായത് ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ നമ്പറിനെ നിങ്ങൾ ഡബിൾ ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ് 12 കൊണ്ടും 18 കൊണ്ടും 21 കൊണ്ടും 30 കൊണ്ടും എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ n എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് 2n എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എന്തായാലും എക്സാക്ട്ലി ഡിവിസിബിൾ ആണെന്നാണ് പറയുന്നത്. ഏതുകൊണ്ട്? ഈ പറയുന്ന എല്ലാ നമ്പേഴ്സ് കൊണ്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന നമ്പേഴ്സിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ പറയുന്ന എല്ലാ നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ അത്തരത്തിലുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? LCM ആണ്. അതായത് ഈ ഒരു പ്രോബ്ലം വരുന്നത് നമ്മുടെ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1ൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ടൈപ്പ് 1 ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ XYZ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയിട്ട് എത്രയാണ് വന്നത്? LCM ഓഫ് XYZ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ സംഖ്യകളുടെ എല്ലാം LCM കണ്ടുപിടിക്കാം. അപ്പോൾ LCM ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? LCM എന്ന് പറഞ്ഞാൽ 12ൻ്റെ കണ്ടുപിടിക്കണം, 18ൻ്റെ കണ്ടുപിടിക്കണം, 21ൻ്റെ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ 30ൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? LCM നമ്മൾ കണ്ടുപിടിക്കുന്നു 21, 18, 12. അപ്പോൾ എത്രയാണ്? 2 കൊണ്ട് ചെയ്യുമ്പോൾ 15 വന്നു. ഇവിടെ പോകുന്നില്ല, ഇവിടെ 9, അതുപോലെ തന്നെ ഇവിടെ 6 വന്നു. ഇനി നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 കൊണ്ട് ഇവിടെ ചെയ്യുമ്പോൾ 5 വരുന്നു. ഇവിടെ 7, 3 × 3 9, 3 × 2 6. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡിവിഷനും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് LCM കണ്ടുപിടിക്കാം. അത് എത്രയാണ് വരുന്നത്? LCM അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് വരിക? 2 × 3 × 5 × 7 × 3 × 2, അതായത് 6 × 7 5 35 × 6, അതായത് 35 × 36 ആയിരിക്കും ഇതിൻ്റെ LCM. അത് എത്രയാണ് വരുന്നത്? 35 × 36 ചെയ്ത് നോക്കുക. 30, 6 × 3 18, 18ഉം 5ഉം 23, 10 33, 36 3 960, 36 3 12, 1260. അതായത് 35 × 36 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1260 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം? നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1260 ആണെന്നാണ് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു നമ്പറിനെ ഇരട്ടിയാക്കുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 1260 എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള എന്താണ്? ഈ n-ൻ്റെ 2 ടൈംസ്, ഈ പറയുന്ന നമ്പറിൻ്റെ എന്താണ് 2 ടൈംസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ 1260 വരുന്നത്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? 2n 1260 ആയി കഴിഞ്ഞാൽ n എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 630 ബൈ 2 ചെയ്താൽ മതിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 630. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 18, 27, 36 സെപ്പറേറ്റ്ലി ലീവ്സ് റിമൈൻഡർ 5, 14 and 23. അങ്ങനെയാണെങ്കിൽ ആ ലീസ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് ടൈപ്പ് 3 വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ ടൈപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത് LCM എടുക്കുക, എന്നിട്ട്
ഏതിൻ്റെ? ഈ 18, 27 അതുപോലെ തന്നെ 36ൻ്റെയും LCM എടുക്കുക. അതിനുശേഷം ഇവരുടെ റിമൈൻഡേഴ്സും ഈ പറയുന്ന ഡിവൈസറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കണം ഫസ്റ്റ്. അതായത് 18 നമുക്ക് തന്നിട്ടുണ്ട്, 27 അതുപോലെ തന്നെ 36, 3 നമ്പേഴ്സാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈസേഴ്സ് ആണിത്. ഇനി റിമൈൻഡേഴ്സ് ഇവരെല്ലാം തരുന്നത് എന്താണ്? 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ആണ് റിമൈൻഡർ വരുന്നത്. 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 14. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 23. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ LCM എടുത്ത് നോക്കും. സോറി, LCM അല്ല, നമ്മൾ ഇതിൻ്റെ ഡിഫറൻസുകൾ എടുത്ത് നോക്കണം. അപ്പോൾ 18 നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്ര വരിക? 13. 27 നിന്ന് 14 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 13 വരും. 36 നിന്ന് 23 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 13. അതായത് നമുക്കിപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഈ പറയുന്ന ഡിവൈസറുകളുടെയും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡേഴ്സുകളുടെയും വരുന്ന വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ പറയുന്ന ഡിവൈസറുകളുടെ LCM എടുക്കുക. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഈ 13 ഡിഫറൻസ് ആയിട്ട് കിട്ടുന്ന സംഖ്യ ഈക്വൽ ആയിട്ട് വരുന്ന ഈ ഒരു നമ്പർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മൈനസ് ചെയ്താൽ മതി. അതായത് ഇവിടെ K എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ ചെയ്തിരുന്നത്? LCM ഓഫ് XYZ മൈനസ് K ആണ് ചെയ്തിരുന്നത്. ഇവിടെ K എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനത്ത് വരുന്ന നമ്പറാണ് 13 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റിന് അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ വരുന്നത് LCM ഓഫ് 18, 27, 36 മൈനസ് 13 ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? LCM ഫസ്റ്റ് കണ്ടുപിടിക്കുക. 18, 27 അതുപോലെ തന്നെ 36. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിലെല്ലാം പോകുന്ന സംഖ്യ ഏതാണ്? 9 എടുത്തോളൂ, അല്ലെങ്കിൽ 3 വെച്ചിട്ട് ചെയ്തോളൂ. 3 വെച്ചിട്ട് നോക്കുമ്പോൾ 3 × 6 അതുപോലെ തന്നെ 27 9 3 × 12. ഇനി അതാണ് ഇതിൽ 3ലും 3 പോകുന്നു. അപ്പോൾ 2 3 4. ഇനി എത്രയാണ് വരുന്നത്? ഇനി 2 പോകുന്നുണ്ട് കോമൺ ആയിട്ട് 2 നമ്പേഴ്സിൽ. അപ്പോൾ 1 3 2 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ LCM നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 3 × 3 9, 9 × 2 18, 18 × 6 അതായത് 18 × 6 എത്രയാണ് വരുന്നത്? 60, 48, 108 വരും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ 3 നമ്പേഴ്സിൻ്റെയും LCM എന്ന് പറയുന്നത് 108 ആണ് LCM. നമുക്ക് സൊല്യൂഷൻ എന്താണ്? LCM കണ്ടിട്ട് അതിൽ നിന്ന് 13 മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 108 മൈനസ് 13 ആയിരിക്കും നമ്മളുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് എത്രയാണ് വരുന്നത്? 95 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആ ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 2 3 എന്ന് പറഞ്ഞിട്ടുള്ള 2 സംഖ്യകൾ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് 1ഉം വന്നു, രണ്ടാമത്തെ കേസിൽ 2ഉം ആണ് റിമൈൻഡർ വന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് LCM ഓഫ് 2, 3 ചെയ്തിട്ട് അതിൽ നിന്ന് ഇവരുടെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? നമുക്ക് 1 വരുന്നുണ്ട്, ഇവിടെയും 1 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 മൈനസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഉള്ള ഒരു നമ്പർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ഈ പറയുന്ന 2 സംഖ്യകളിൽ പോകുന്ന ഒരു നമ്പറാണ് ഈ LCM എന്ന് പറയുന്നത്. LCM ഇവിടെ 2ൻ്റെയും 3ൻ്റെയും കേസിൽ എത്രയാണ് വരുന്നത്? 6 എന്ന് പറഞ്ഞിട്ടാണ് LCM വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ 6ൽ നിന്ന് നിങ്ങൾ 1 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് എത്രയാണ്? 5 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ അല്ലേ? അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് റിമൈൻഡർ വരുന്നത്? റിമൈൻഡർ 1 വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? റിമൈൻഡർ 2ഉം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൈനസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ ഈ LCM നിന്ന് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ പറയുന്നത് ദ ട്രാഫിക് ലൈറ്റ്സ് അറ്റ് 3 ഡിഫറെൻറ്റ് റോഡ് ക്രോസിംഗ്സ് ചേഞ്ച് ആഫ്റ്റർ 24 seconds, 36 seconds and 54 seconds if they all change simultaneously എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച്. ഓക്കെ, at 10:15 AM, then at what time will they again change simultaneously? അതായത് 10:15 10:15 AM ഈ പറയുന്ന എല്ലാ ലൈറ്റുകളും എന്താണ്? ഇപ്പോൾ
റെഡ് ഓരോ കളേഴ്സ് കാണിക്കുമല്ലോ. അപ്പൊ അങ്ങനെ സെയിം നമ്മൾ എന്താ പറയാ, വാഹനം പോകാനായിട്ട് എല്ലാവരും എന്ത് ചെയ്തു, അനുവദിക്കുകയാണ് ഒരു പർട്ടിക്കുലർ ടൈമില്. ആ ടൈമാണ് 10:15 എന്ന് പറഞ്ഞിട്ടുള്ള ടൈമില്. ഇനി ഇവർ പറയുന്നത്, ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനി എത്ര സമയം കഴിയുമ്പോഴാണ് എല്ലാ റോഡുകളും, ഇപ്പൊ 3 റോഡ് ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 3 റോഡുകളിലൂടെയും നമ്മുടെ വാഹനങ്ങൾ പോകുന്നത്, 3 ഒരുമിച്ച് പോകുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 10:15 ശേഷം അടുത്ത ടൈം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി വരുന്നത്, നമുക്കറിയാം ഫസ്റ്റ് ലൈറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് ലൈറ്റ് ഉണ്ട്, ഇത് തേർഡ് ലൈറ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ലൈറ്റ് 3. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റ് ഓരോ പ്രാവശ്യവും, അതായത് ആൾക്കാരെ പാസേജ് വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 24 സെക്കൻഡ് കഴിഞ്ഞാൽ ഓരോ 24 സെക്കൻഡിലും ഈ ലൈറ്റ് അലൗ ചെയ്യും പാസ് ചെയ്യാൻ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ് പറയുന്നത്, രണ്ടാമത്തെ ലൈറ്റ് 36 സെക്കൻഡ് ചെയ്തിട്ടാണ് എന്താണ് ഫസ്റ്റ് ഒരു പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആൾക്കാരെ കടക്കാനായിട്ട് അനുവദിക്കുന്നു. ഇനി മൂന്നാമത്തെ ലൈറ്റ് എന്താണ്, മൂന്നാമത്തെ ലൈറ്റ് ഇതേ സമയം 54 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ക്രോസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവരെല്ലാം കൂടിയിട്ട്, അതായത് ഈ 3 ലൈറ്റും 3നും പോകുന്ന ഒരു സംഖ്യ ആണെങ്കിൽ എന്ത് വരും, LCM ആണ് നമുക്ക് അതിൽ വരുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത്. 3ന് പോകുന്ന ഒരു നമ്പറാണ് LCM. ഈ LCM എന്ന് പറഞ്ഞിട്ടുള്ള ടൈം ആകുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ LCM സെക്കൻഡ്സ്. ഇപ്പൊ 24 സെക്കൻഡ്, 36 സെക്കൻഡ്, 54 സെക്കൻഡ് ഉണ്ട്, 3 സെക്കൻഡ്സ് ഉണ്ടല്ലോ. 3 ടൈമിന്റെ നമ്മൾ LCM എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ LCM എടുക്കുമ്പോൾ എന്താണ് വരുന്നത്, ഈ പറയുന്ന 24ലും പോകും, 36ലും പോകും, 54ലും പോകും. അതായത് ഈ 3 ഗേറ്റും റോഡും എന്തായിരിക്കും, പാസ് ചെയ്യാനായിട്ട് അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ LCM എടുക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താണ് ഒരുമിച്ച് ഇവരെല്ലാം തുറക്കുന്നത്. അപ്പൊ നമ്മൾ LCM കണ്ടുപിടിക്കുക. LCM എന്താണ്, LCM 24ന്റെയും 36ന്റെയും 54ന്റെയും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എത്രയാണ് വരുന്നത്, 24ന്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത് വരുന്നത് ബൈ 2 ചെയ്യുമ്പോൾ 12 വരുന്നു. അതുപോലെ തന്നെ ബൈ 2 ചെയ്യുമ്പോൾ 18, ഇവിടെ വരുന്നത് 27. ഇനി ബൈ 3 ചെയ്യാം. ബൈ 3 ചെയ്യുമ്പോൾ 4 വരുന്നു, 6 വരുന്നു, 9 വരുന്നു. 3 പോകും, 3 പോകുന്നത് 4, അതുപോലെ തന്നെ ഇവിടെ 2, 3. ഇനി 2 പോകുന്നുണ്ട്, 2, 1, 3. അങ്ങനെയാണെങ്കിൽ LCM എത്രയാണ് വരുന്നത്, 3 × 2 6, 6 × 2 12, ഇൻറ്റു 3 × 3 9, 9 × 2 18. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 × 9 ആണ് നമ്മുടെ LCM വരിക. ഈ 24 × 9 സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, 24 × 9 എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് വരുന്നത്, നമുക്കറിയാം 240ൽ നിന്ന് 4 കഴിച്ചു കഴിഞ്ഞാൽ 236, 236ൽ നിന്ന് 20 കഴിച്ചു കഴിഞ്ഞാൽ 216, അതായത് 216 സെക്കൻഡ്. അതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 216 സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 216 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഈ റോഡ് ഓപ്പൺ ആവും, ഈ റോഡ് ഓപ്പൺ ആവും, ഈ 3 റോഡുകളും ഓപ്പൺ ആവും. കാരണം എന്താ, ഈ 3ലും പോകുന്ന ഒരു സംഖ്യയാണ് 216. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്നത് 10:15 നമുക്ക് ഇവരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഓപ്പൺ ആയത്. ഇനി എത്ര സമയത്തിന് ശേഷമാണ് ഇതുപോലെ 3 ഗേറ്റുകളും 3 റോഡുകളും ഓപ്പൺ ആവുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 10:15 ശേഷം ഈ പറയുന്ന LCM ആയിട്ടുള്ള സെക്കൻഡ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്, അത്ര സമയം കഴിയുമ്പോഴല്ലേ വീണ്ടും ഈ റോഡ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 216 സെക്കൻഡ് കൂടിയും കഴിയുമ്പോൾ 10:15 കഴിഞ്ഞിട്ട് 216 സെക്കൻഡ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ 3 റോഡുകളും വീണ്ടും പാസഞ്ചേഴ്സിനെ അലൗ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 216 സെക്കൻഡ്, നമുക്കറിയാം ഇവിടെ 3 എന്താണ് പറയുന്നത്, മിനിറ്റിലും സെക്കൻഡ്സിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സെക്കൻഡ്സിനെ എല്ലാം തന്നെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്, 216 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 216 സെക്കൻഡുകളിൽ നമുക്കറിയാം 60 × 3 ചെയ്ത് കഴിഞ്ഞാൽ 150 വരും. പിന്നെ വരുന്നത് 36 സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റും 60 × 3, അതായത് 3 മിനിറ്റ്, അപ്പോഴാണല്ലോ 150 സെക്കൻഡ് വരുന്നത്. അപ്പോൾ 3 മിനിറ്റും 36 സെക്കൻഡ് കൂടിയും കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ എല്ലാ റോഡുകളും ഒരുമിച്ച് വീണ്ടും ഓപ്പൺ ആവുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്, 10:15 നമ്മൾ എന്ത് ചെയ്യണം, 216 സെക്കൻഡിനെ മിനിറ്റിലേക്കും സെക്കൻഡ്സിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 3 മിനിറ്റ് പ്ലസ് 36 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ എത്രയാണ്, 36
15 3 18 10. അതായത് 10:15 ശേഷം 10:18 36 സെക്കൻഡ്, അതായത് 10 മണി 18 മിനിറ്റ് 36 സെക്കൻഡ് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? വീണ്ടും ഈ പറയുന്ന 3 റോഡുകളും ആളുകളെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ അലൗ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ LCM ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പാണ് നമ്മൾ ഇന്ന് LCM വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ് നമുക്ക് എന്താണ് LCMത്തിൽ ബേസിക് ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ടൈപ്പുകളിൽ തന്നെ ചെറിയ വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഉത്തരത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സുകളെല്ലാം മനസ്സിലായെന്നായിരിക്കുന്നു. അപ്പോൾ താങ്ക് യു.